ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രമോഷണൽ വീഡിയോയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് റിവോത്തിയർ. അതിനവൾ ഷിയായുവിൻ്റെ ക്രീം ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത് ഷിയാമി കാണുന്നു. എന്നാൽ താനത് എടുത്തു നോക്കിയത് മാത്രം വേണമെന്ന് റിവോത്തിയർ പറയുന്നു. ആവശ്യമുണ്ടെങ്കിൽ തൻ്റെ ക്രീം ഉപയോഗിച്ചോളാൻ ഷിയാമി പറയുന്നുണ്ടെങ്കിലും റിവോത്തിയർ അത് നിരസിക്കുന്നു. ഷിയാമി പ്രമോഷണൽ വീഡിയോ മീറ്റിങ്ങിനെ കുറിച്ച് അവളോട് ചോദിക്കുമ്പോൾ അവൾ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ റോസിയോടുള്ള ഷിയാമിയുടെ ഇഷ്ടത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ റിവോത്തിയർ പലതും പറയുന്നു. പിറ്റേന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ റിവോത്തിയറിൻ്റെ ആക്ടിങ് തീരെ പോരാ. കുറേ ടേക്ക് എടുത്തെങ്കിലും അവളുടെ ചിരി ശരിയായില്ല. ഷിയാമി അവളെ ചിരിക്കാൻ പഠിപ്പിക്കുന്നത് ഡയറക്ടർ കാണുന്നു. ഷിയാമിയെ പൊക്കി പറയുന്നു. ഷിയാമിയെയും റോസിയെയും വെച്ച് അഭിനയിപ്പിക്കുന്നു. ഇതൊന്നും റിവോത്തിയറിന് തീരെ പിടിക്കുന്നില്ല. ബ്രേക്കിൻ്റെ ഇടയിൽ എല്ലാവരും ഡയറക്ടറിനോട് ചാൻസ് ചോദിക്കുന്നുണ്ട്. ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് ഷിയാമിയും റോസിയും സംസാരിക്കുമ്പോൾ റിവോത്തിയർ വരുന്നു. അവിടെ ഇരുന്ന ബോട്ടിൽ ഷിയാമിയുടെ കൈതട്ടി വീണ് പൊട്ടുന്നു. ഷിയാമി അത് തൊടാൻ പോകുന്നത് റോസി തടഞ്ഞെങ്കിലും റിവോത്തിയർ അത് ചെയ്തപ്പോൾ അവനത് മൈൻഡ് പോലും ചെയ്തില്ല. ഫാനിയാനും ഷിയാമിയും ബാൻഡേഡ് എടുക്കാൻ പോകുമ്പോൾ കൂടെ പോകാൻ നിന്ന റോസിയെ റിവോത്തിയർ തടയുന്നു. ശേഷം എല്ലാവരും ക്ലാസ്സിൽ വീഡിയോ പ്ലേ ചെയ്ത് കാണുന്നു. റിവോത്തിയറിന് സന്തോഷവും ഷിയാമിക്ക് വിഷമവും. എല്ലാവരും റിവോത്തിയറിനെ പുകഴ്ത്തി സംസാരിക്കുന്നു. റോസിക്ക് ഷിയാമിയുടെ വിഷമം മനസ്സിലാകുന്നു. അവൾ അവിടുന്ന് എഴുന്നേറ്റ് വെള്ളമെടുക്കാൻ പോകുമ്പോൾ കൈ പൊള്ളുന്നു. റോസി അവൾക്ക് വേണ്ടി വെള്ളം എടുത്തു കൊടുക്കുന്നു. അവൻ അവളെ കാര്യമായി തന്നെ നോക്കുന്നു. ഡ്രാമയും റിയാലിറ്റിയും രണ്ടാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. റിവോത്തിയർ ഒരാളെ കണ്ട് ഭയന്നോടുന്നു. അയാൾ അവളെ ഉപദ്രവിക്കുന്നു. തൻ്റെ കയ്യിൽ പണമില്ലെന്ന് അവൾ അവനോട് പറയുന്നു. ഇത് കണ്ട് ഷിയാമി ഓടി വരുന്നതോടെ അവൾ കയ്യിലുള്ള പൈസ കൊടുത്ത് അവനെ ഒഴിവാക്കുന്നു. അവൻ തൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നെന്ന് അവളോട് റിവോത്തിയർ പറയുന്നു. റിവോത്തിയർ ബാഗ് എടുക്കാൻ ക്ലാസ്സിൽ പോകും വഴി നോട്ടീസ് ബോർഡിൽ കാണുന്ന ഷിയാമിയുടെ ഫോട്ടോ കുത്തി വരച്ച് നശിപ്പിക്കുന്നു. നോട്ടീസ് ബോർഡിനടുത്ത് കുറേ കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ട് ഷിയാമി അവിടേക്ക് ഓടുന്നു. റോസി അത് തടഞ്ഞെങ്കിലും മനഃപൂർവ്വം റിവോത്തിയർ അത് അവളെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. CCTV നോക്കാമെന്ന് റോസി പറഞ്ഞെങ്കിലും ഷിയാമി അത് തടയുന്നു. ലിറ്റിൽ ഷ്രിംപ് എന്ന് വിളിച്ച് കളിയാക്കിയ ജിയാങ്ലി ആകാം ഇതിനു പിന്നിലെന്ന് റിവോത്തിയർ ആരോപിക്കുന്നു. റോസിക്ക് റിവോത്തിയറിനെയാണ് സംശയം. എല്ലാവരും പിരിഞ്ഞുപോയെങ്കിലും റോസി സ്വന്തം പടവും കുത്തി വരയ്ക്കുന്നത് ഷിയാമി കാണുന്നു. ക്ലാസ് ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി സംസാരം. എല്ലാവരും വിഷമത്തിലാണ്. ഷിയാമി ലിബറൽ ആർട്സ് തന്നെ, ഫാനിയാൻ സയൻസും. റോസിയും ഷിയാമിയും തമ്മിലൊരടി. റിവോത്തിയർ റോസിയോട് ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നെന്ന് ചോദിച്ചെങ്കിലും വ്യക്തമായൊരു മറുപടി അവൻ നൽകുന്നില്ല. റിവോത്തിയറും ലിബറൽ ആർട്സ് തന്നെ. ശേഷം മിങ്ചുനും ജുനിയും തമ്മിലൊരു കോമഡി സീൻ. അവരിരുവരും കിൻസിയാങ്ങിനെ കളിയാക്കുന്നതിനിടയിൽ അവൻ വന്ന് ഇതെല്ലാം നേരിട്ട് കേൾക്കുമ്പോൾ ഹാൻ ഇടപെട്ട് അവരെ രക്ഷിക്കുന്നു. റിയോസിയുടെ ക്ലാസ്സിന് കിന്നിൻ്റെ ക്ലാസ്സിൽ നിന്നും ചാലഞ്ച് ലെറ്റർ. എല്ലാവരും ചേർന്നത് വായിക്കുന്നു. റിസൾട്ടിൽ ആര് ഫസ്റ്റ് അടിക്കുമെന്നായിരുന്നു ചാലഞ്ച്. തിരിച്ചുള്ള ചാലഞ്ച് ലെറ്റർ ഷിയാമി എഴുതി കിന്നിന് കൊടുത്ത് വെല്ലുവിളിക്കുന്നതിനിടയിൽ മിസ്റ്റർ ഡായ് വരുന്നു. മിസ്റ്റർ ഡായിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഷിയാമയുടെ ഷൂസും പൊക്കി പിടിച്ചുകൊണ്ട് ഓടി വന്ന ആ ടീച്ചർ തന്നെ. വീണ്ടും കുട്ടികൾ പ്രതിസന്ധിയിലാകുന്നുവെങ്കിലും ഫാനിയാൻ അത് നിസ്സാരമായി പരിഹരിക്കുന്നു. ക്ലാസ്സിൽ സാർ വന്ന് എക്സാം എടുക്കുന്നു. ഷിയാമിയുടെ 2 ഉത്തരങ്ങൾ തെറ്റിയതിന് അവൾ സ്വയം കുറ്റപ്പെടുത്തുന്നു. ഫാനിയാൻ വന്നിരുന്നു പരീക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു. ഷിയാമി തൻ്റെ പഠനം തുടരുന്നു. നൈറ്റ് ക്ലാസ്സിന് ഫാനിയാനും റോസിയും ഓരോ സബ്ജക്റ്റ് വീതം അവരുണ്ടാക്കിയ നോട്ട്സ് ഷിയാമിക്ക് കൊടുക്കുന്നു. റിവോത്തിയറും ഷിയാമിക്കും അവൾ ഉണ്ടാക്കിയ നോട്ട്സ് കാണിക്കുന്നു. ശേഷം ഇത് ക്ലാസ്സിന് മുഴുവൻ കൊടുക്കാമെന്ന പ്ലാൻ മറ്റുള്ളവരോട് പറയുന്നു. കിൻസിയാങ്ങിനോടുള്ള ചാലഞ്ച് അവളിൽ വാശി കൂട്ടുന്നു. നോട്ട്സ് തന്നതിന് എല്ലാവരും ഷിയാമിയെ നന്ദി അറിയിക്കുന്നു. എന്നാൽ മാത്സ് എക്സാമിന് കിന്നിൻ്റെ ക്ലാസ്സാണ് മുന്നിലെന്ന് ഫാനിയാൻ അറിയിക്കുന്നു. തങ്ങൾക്ക് മുന്നേറാനുള്ള വഴികൾ അവർ തന്നെ കണ്ടെത്തുന്നു. നൈറ്റ് ക്ലാസ്, സെൽഫ് സ്റ്റഡി ക്ലാസ് എന്നിവ ഒഴിവാക്കാതിരിക്കാൻ അവർ തീരുമാനിക്കുന്നു. കിന്നിൻ്റെ ക്ലാസ്സിൻ്റെ പഠനരീതി ഫാനിയാൻ പറയുന്നു. ഫാനിയാനോട് തങ്ങളെ പഠിപ്പിക്കാൻ എല്ലാവരും ആവശ്യപ്പെടുന്നു. രാത്രിയിൽ അവരൊന്നിച്ച് പഠനം ആരംഭിക്കുന്നു. എക്സാമിന് എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നു. റിസൾട്ട്സ് വരുമ്പോൾ ഫാനിയാൻ മുന്നിൽ തന്നെ. 1ാം റാങ്ക് യുവാനും 2ാം റാങ്ക് റോസിക്കും. റോസി ഷിയാമിയെ തോളിലെടുത്തുയർത്തി റിസൾട്ട്സ് നോക്കിക്കുന്നു. അവളുടെ ആഹ്ലാദ പ്രകടനം കേട്ട് കിന്നിൻ്റെ കൂട്ടുകാരൻ വന്ന് അടുത്ത എക്സാമിന് കിൻ 1ാമതെത്തുമെന്ന് വെല്ലുവിളിക്കുന്നു. ഷിയാമിയും കൂട്ടരും അവനെ കളിയാക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുന്നെന്നറിയണ്ടേ? അതിനായി അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.